ശിവപ്രസാദ്, അങ്ങേയറ്റം ഹീനമാണ്. നേരത്തെ ആ വിദ്യാർത്ഥി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിൽ വ്യക്തമായി എങ്ങനെയൊക്കെ തരത്തിലുള്ള വലിയ അധിക്ഷേപങ്ങളാണ് നേരിട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ തുടങ്ങുന്നത് അങ്ങനെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് രോഹിത് വെമൂലെ എന്ന കൂടപ്പിറപ്പിൻ്റെ നിലവിളി കേൾക്കാം, ജാതി വിവേചനത്തിൻ്റെ അട്ടഹാസങ്ങൾ കേൾക്കാം, എനിക്കുറങ്ങാൻ കഴിയുന്നില്ല, ജീവിതം വീണ്ടും വഴുതിപ്പോകുന്നു. ഇങ്ങനെയാണ് ആ വിദ്യാർത്ഥിയുടെ FB പോസ്റ്റ് തുടങ്ങുന്നത്. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം, വിദ്യാർത്ഥി സംഘടന അവിടം മുതൽ ഇങ്ങോട്ട് ഈ കാര്യങ്ങളെ ശരിയായി അന്വേഷിച്ചിട്ടുണ്ടാകുമല്ലോ, മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. അതിൻ്റെ ഒരു ഘട്ടത്തിലാണല്ലോ വളരെ ശക്തമായി ഇതിനോട് പ്രതിഷേധിക്കാൻ ഇന്നിപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് ഒത്തുകൂടിയത്. SFIയുടെ ബോധ്യം, അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങളൊന്ന് പങ്കുവെക്കാമോ? നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മളിതിൻ്റെ ഒരു നാൾ വഴി ഒന്ന് ഗൗരവത്തോടെ പരിശോധിക്കണം. സത്യത്തിൽ ഞങ്ങൾ ആ നാൾ വഴിയെപ്പറ്റി ഇതുവരെ ഒരു മാധ്യമവേദിയിലും പറയാതിരുന്നത് ഈ വിഷയത്തിൻ്റെ ഒരു ഫോക്കസ് നഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഓർക്കുന്നുണ്ടാവും, കേരളത്തിനകത്ത് 2 ആഴ്ച മുമ്പാണെന്ന് എൻ്റെ ഓർമ്മ, ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുകയാണ്. എന്താണ് വാർത്ത? കാര്യവട്ടത്തെ ഒരു ഡീൻ, വളരെ നിഷ്കളങ്കമായ വാർത്തയാണ്. എങ്ങനെയാണ് കേരളത്തിനകത്തെ ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളും കേരളത്തിനകത്ത് സോക്കോൾഡ് വലതുപക്ഷ ബുദ്ധിജീവികളും RSSൻ്റെ ഇടപെടലിനെ നിസ്സാരവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രായോഗികമായ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിലൊരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. എന്താ വാർത്ത? സംസ്കൃതം അറിയാത്ത SFI നേതാവിന്, വാർത്ത ശ്രദ്ധിച്ച് കേൾക്കണം, കേരളത്തിലെ പല മാധ്യമങ്ങളുടെയും ലോഗോ വെച്ച് കാർഡ് കേരളത്തിനകത്ത് അന്നേ ദിവസം നന്നായി ഓടിയതാണ്. ഞങ്ങളതിനകത്ത് വലിയ നിലയിൽ ഇരവാദം ഉയർത്തി പ്രതിഷേധിക്കാമെന്ന് ഞങ്ങൾ പോയില്ല. അത് ഞങ്ങൾ പോകാതിരുന്നത് ബോധപൂർവമാണ്. സംസ്കൃതം അറിയാത്ത SFI നേതാവിന് റിസർച്ച് ഫെലോഷിപ്പ്, റിസർച്ച് തീസിസ്, PhD അംഗീകരിക്കാൻ വഴിവിട്ട നീക്കം നടക്കുന്നു. ആരാ പരാതി കൊടുക്കുന്നത്? പരാതി കൊടുക്കുന്നത് സംസ്കൃത സർവകലാശാലയിലെ ഓറിയൻ്റൽ ഫാക്കൽറ്റിയുടെ ഡീനും സംസ്കൃത വിഭാഗത്തിൻ്റെ HODയുമായ ഡോക്ടർ വിജയകുമാരിയാണ്. വളരെ നിഷ്കളങ്കമായൊരു വാർത്തയായിരുന്നു അത്. അതിൻ്റെ സത്യാവസ്ഥ പിന്നീട് കേരളത്തിൽ പുറത്തേക്ക് വന്നില്ലേ? ആ പറയുന്ന വിപിൻ വിജയൻ എന്ന് പറയുന്ന വ്യക്തി SFIയുടെ ഫാക്കൽറ്റി മെമ്പറായി മുൻപ് അവിടെ MPhil ചെയ്തുകൊണ്ടിരുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പക്ഷേ സജീവമായി ഇപ്പോൾ SFIക്കകത്ത് പ്രവർത്തിക്കുന്ന ആളല്ല, SFIക്കകത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, മുമ്പും സജീവമായി പ്രവർത്തിച്ച ആളല്ല. അത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ആ വാർത്തയെ എങ്ങനെയാണ് SFI എന്ന് ചേർത്ത് വെച്ചപ്പോൾ അതിനൊരു മൂല്യം ഉണ്ടാവുന്നതെന്നും ആ മൂല്യത്തിലൂടെ എന്താണ് RSS ഉദ്ദേശിച്ചത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നും നമ്മൾ കണ്ടു. അതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് പോരുകയല്ലേ ഓരോന്നോരോന്നായിട്ട്. എന്താ പുറത്തേക്ക് വന്നത്? ഈ വിദ്യാർത്ഥിക്ക് MPhil, അതായത് MPhil എന്ന് പറയുന്നത് ഗവേഷണത്തിൻ്റെ ആദ്യ ചുവടുവെപ്പാണ്. MPhil എന്ന ഗവേഷണത്തിൻ്റെ ആദ്യ ചുവടുവെപ്പിൽ ഗൈഡായി പ്രവർത്തിച്ച അധ്യാപിക ആരാണ് എന്ന് പിന്നീട് വാർത്ത പുറത്തു വരുമ്പോഴാണ് സംസ്കൃതം അറിയാത്ത വിദ്യാർത്ഥിയാണ് വിപിൻ വിജയൻ എന്ന് പരാതി കൊടുത്ത ഇപ്പോഴത്തെ ഡീനും അന്നത്തെ ഗൈഡും ഒന്നാണ് എന്ന വസ്തുത പുറത്തേക്ക് വരുന്നത്. അന്ന് MPhilൻ്റെ തീസിൽ ഒപ്പുവെക്കുമ്പോൾ വിജയകുമാരി ടീച്ചർക്ക് ഇദ്ദേഹത്തിൻ്റെ സംസ്കൃത യോഗ്യതയെപ്പറ്റി ഒരു പരാതി ഉണ്ടാവുന്നില്ല. എപ്പോഴാണ് പരാതി വരുന്നത്? RSSൻ്റെ ആശയം തലയ്ക്കകത്തേക്ക് പിടിച്ചപ്പോൾ ദളിതനായൊരു വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വിദ്യാർത്ഥിയുടെ യോഗ്യതയിൽ ഈ ടീച്ചർക്ക് സംശയം ഉണ്ടാകുന്നു. ആ സംശയത്തിൻ്റെ രീതിയും മട്ടവും എവിടെയാണ് തുടങ്ങുന്നത്? ഈ വിദ്യാർത്ഥി സംസ്കൃതമായി ഈ പറയുന്ന സർവകലാശാലയിൽ PhD റിസർച്ചിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ സിനോപ്സിസ് പ്രസൻറ്റേഷൻ മുതൽ എങ്ങനെ ഇത് മുടക്കാം എന്നതാണ്. അന്നവർ HODയാണ്. എങ്ങനെ ഇത് മുടക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ നടത്തി അന്ന് അധികാര കേന്ദ്രങ്ങൾ അത്ര സ്വാധീനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനം വന്നു. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, പ്രിയപ്പെട്ട നമ്മുടെ മഹാദേവൻ പിള്ള സാർ, അന്ന് അദ്ദേഹമാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ. അദ്ദേഹം ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് നിയമവിരുദ്ധമായി ഇവർ നടത്താൻ ശ്രമിച്ച ഇടപെടലുകളെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ വിദ്യാർത്ഥി ഇവിടെ അഡ്മിഷൻ നേടി പഠിക്കാൻ വരുന്നത്. ആ പഠിക്കാൻ വന്ന നാൾ മുതൽ വൈരാഗ്യം വെച്ച് ഉറപ്പിക്കുകയാണ്. ആ വൈരാഗ്യം എവിടെ എത്തി? ഇപ്പോൾ തീസിസ് സബ്മിഷൻ്റെ ഓപ്പൺ ഡിഫൻസിലേക്ക് വരുമ്പോൾ ആര് നിയമിക്കുന്ന ആളാണെന്ന് ബോധ്യപ്പെടണം. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുമ്പോൾ എല്ലാം ചർച്ച ചെയ്യണമല്ലോ. ഇതേ വൈസ് ചാൻസലർ നിയമിച്ച ഇവിടെ അലഹബാദ് സർവകലാശാലയിലെ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായ ഒരാൾ ആര് നിയമിക്കുന്നത്? VC ഓപ്പൺ ഡിഫൻസിൻ്റെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ, എക്സ്റ്റേണൽ എക്സാമിനേഷനായി നിയമിക്കുന്ന ആൾ, അയാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബോർഡ് ഓഫ് എക്സാമിനേഷനിൽ ഇദ്ദേഹം തീസിസ് സബ്മിറ്റ് ചെയ്യുന്നു. ആ തീസിസ് സംബന്ധിച്ച് ഓപ്പൺ ഡിഫൻസ് നടക്കുന്നു. ആ ഓപ്പൺ ഡിഫൻസ് നിയന്ത്രിക്കേണ്ട ആൾ ഈ ബോർഡ് ഓഫ് എക്സാമിനേഷനാണ്. അയാൾ നിയന്ത്രിക്കുന്ന ബോർഡ് ഓഫ് എക്സാമിനേഷനിൽ ഇദ്ദേഹം തീസിസ് ഡിഫെൻഡ് ചെയ്യുന്നു. ആ ഡിഫൻഡിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ആ ഘട്ടത്തിൽ അനാവശ്യമായി ഈ ചെയർമാൻ്റെ പോലും അനുമതിയില്ലാതെ ഡീൻ ഇടപെടുകയാണ്. വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ചടങ്ങിലേക്ക് ഈ ഡീൻ ഇടപെടുകയാണ്. എന്തിനിടപെടുന്നത്? എങ്ങനെയും ഇത് അലങ്കോലപ്പെടുത്തണം.
ഈ പറയുന്ന എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഏത് ഈ കുട്ടിയുമായി ഒരു വ്യക്തിബന്ധവും ആരോപിക്കാൻ കഴിയാത്ത വൈസ് ചാൻസലർ തന്നെ നേരിട്ട് ചോദിച്ച അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ തന്നെ ഇവിടെ ഓപ്പൺ ഡിഫൻസിൽ പറയേണ്ടി വരികയാണ്, നിങ്ങൾ ആ മൈക്ക് ദയവ് തിരിച്ചു തരൂ, ആ മൈക്ക് നിങ്ങൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാതെ, നിങ്ങൾ ഡീനാണ്, നിങ്ങൾക്കിതിൽ അവകാശമില്ല, ഞാനാണ് ഇതിൻ്റെ ചെയർമാൻ, ഞാനാണ് ചോദ്യം ചോദിക്കേണ്ട ആൾ, ഞാനാണ് ഇത് നിയന്ത്രിക്കേണ്ട ആൾ എന്ന് പുറത്തുനിന്ന് വരുന്നൊരു അധ്യാപകന് ഈ ഡീൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വരികയാണ്. ആ വൈരാഗ്യം എവിടേക്ക് പോയി? ഇപ്പോൾ ചിലർ പറയുന്നത് 15-ാം തീയതി നടന്നു, എന്തുകൊണ്ട് അന്ന് ജാതിലക്ഷ്യം ഉണ്ടായിട്ട് പരാതി കൊടുത്തില്ല, എന്തുകൊണ്ടാണ് പരാതിയിലേക്ക് വന്നത്? ഈ കുട്ടി ഇത്രയൊക്കെ കൊള്ളരുതായ്മ ആ നിലയിൽ ഈ അധ്യാപിക ഈ കുട്ടിയോട് ആ ഓപ്പൺ ഡിഫൻസിൽ കാണിച്ചിട്ട് കൃത്യമായി ഈ റിപ്പോർട്ട് ഓപ്പൺ ഡിഫൻസ് റിപ്പോർട്ട് പുറത്തു നിന്നും എക്സ്റ്റേണൽ എക്സാമിനേഷൻ ചെയർമാൻ സൈൻ ചെയ്ത അംഗീകരിച്ച ഇത് അംഗീകരിക്കാൻ കഴിയുന്ന തീസിസ് ആണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ റിപ്പോർട്ട് സർവകലാശാലയിലേക്ക് അയക്കണമെങ്കിൽ ഡീൻ ഒപ്പിടണം. അവിടെ നിർഭാഗ്യകരമായൊരു സംഭവമുണ്ട്. ഫാക്കൽറ്റി ഈ പറയുന്ന ഓറിയൻ്റൽ ഫാക്കൽറ്റിയുടെ ഡീനും സംസ്കൃത സർവകലാശാല സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റ് HOD ഒരാളാണ്. അപ്പോൾ രണ്ടൊപ്പ് ഇവരിടണം. ഇവർ ഒപ്പിടാതെ വരുമ്പോഴാണ് അവിടെ വരെ അവർക്ക് ഇത് സാങ്കേതികമായി അവർ ഒപ്പിടുക എന്നുള്ളത് സാങ്കേതികമായ ഒരു ഉത്തരവാദിത്തം മാത്രമാണ്. ആ സാങ്കേതികമായ ഉത്തരവാദിത്തം പോലും നിറവേറ്റാൻ തയ്യാറാവാതെ നിങ്ങൾ എന്തിനാണ് ഈ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിനെ മലീമസമാക്കുന്നത്? നിങ്ങൾക്ക് ഈ സംസ്കൃതത്തിൽ PhD നേടാൻ എന്താണ് യോഗ്യത? നിങ്ങൾ PhD നേടിയാൽ ഈ ഭാഷയുടെ ശുദ്ധിയെ തന്നെ ബാധിക്കും എന്നൊരു അധ്യാപക വിദ്യാർത്ഥിയോട് പറയുകയാണ്. എവിടെയാണ് അധ്യാപികയും വിദ്യാർത്ഥിയുമായുള്ള ആ പരിശുദ്ധമായ ബന്ധം നിലനിൽക്കേണ്ടത്? അതിനെപ്പോലും ചോദ്യനില ഇടപെടുന്നു, ഒപ്പിടാതിരിക്കുന്നു, ഈ റിപ്പോർട്ട് അയക്കാൻ കഴിയാതെ വരുന്നു. ഒരു PhD വിദ്യാർത്ഥിക്ക് തൻ്റെ ഗവേഷണ പ്രബന്ധം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അംഗീകാരം നേടാൻ കഴിയാത്ത വിദ്യാഭ്യാസം മുടക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. ഞാൻ ഈ ചർച്ചയിൽ കേൾക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിദ്യാർത്ഥിയുടെ അക്കാഡമിക് യോഗ്യതയെ പറ്റിയൊക്കെ സംശയം ഉയർത്തുമ്പോൾ ഞാൻ കുട്ടിയുടെ ഈ വിദ്യാർത്ഥിയുടെ അക്കാഡമിക് യോഗ്യത ഒന്ന് പരിശോധിച്ചു, എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലയാണ് സംസ്കൃത സർവകലാശാല. ആ സംസ്കൃത സർവകലാശാലയിൽ നിന്നാണ് ഈ വിദ്യാർത്ഥി വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി BA MA പാസ്സായത്. കേരള സർവകലാശാലയിൽ നിന്നാണ് B.Ed.ഉം M.Ed.ഉം പാസ്സായത്. കാര്യവട്ടം ക്യാമ്പസിൽ നിന്നാണ് MPhil പാസ്സായത്. MPhil ഗവേഷണ യോഗ്യത നേടിയ വിദ്യാർത്ഥിയാണ് PhDക്ക് അഡ്മിഷൻ നേടിയത്. അങ്ങനെ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥിക്ക് കേരളത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ടി വരികയാണ്. ആ പോസ്റ്റിലെ വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം, കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. സംസ്കൃതം അറിയാത്ത എന്ന വിശേഷണം ഒരിക്കലും മായാത്ത മുദ്ര പോലെ എന്നിൽ പതിക്കപ്പെട്ടു കഴിഞ്ഞു. സത്യത്തിൻ്റെ കണിക പോലുമില്ലാത്ത ഈ പ്രചരണം എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിച്ചു. എൻ്റെ വാക്കുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ നേരുകൾ ഇനി ഏത് ചാനലുകളും പത്രങ്ങളും പ്രസിദ്ധീകരിക്കും. പോയി കഴിഞ്ഞു. എന്താ പോയിരിക്കുന്നത്? സംസ്കൃതം അറിയാത്ത SFI നേതാവിന് ഇതാ ഗവേഷണ പ്രബന്ധം കൊടുക്കുക. SFI എന്നൊരറ്റത്ത് കണ്ടാൽ വളരെ ആവേശപൂർവ്വം ഈ കേരളത്തിനകത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അറ്റാക്ക് ചെയ്യും, ആക്രമിക്കുമെന്ന് നല്ല ബോധ്യവും രാഷ്ട്രീയ തന്ത്രവുമുള്ള RSSൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞതാണ്. SFI നേതാവിന് ഇതാ സംസ്കൃതം അറിയാത്തൊരു പ്രബന്ധം കൊടുക്കാൻ പോകുന്നു. ആ കുട്ടിക്ക് എഴുതേണ്ടി വന്ന വാചകങ്ങൾ കേരളം കേൾക്കണം. എനിക്കിപ്പോൾ രോഹിത് വെമൂലെ എന്ന എൻ്റെ കൂടപ്പിറപ്പിൻ്റെ നിലവിളി കേൾക്കാം. ജാതി വിവേചനത്തിൻ്റെ അട്ടഹാസങ്ങൾ കേൾക്കാം. എനിക്കുറങ്ങാൻ കഴിയുന്നില്ല. ജീവിതം വീണ്ടും വഴുതിപ്പോകുന്നു. ഉത്തരേന്ത്യയിലല്ല, ഈ കേരളത്തിൽ നമുക്ക് കേൾക്കേണ്ടി വരുന്നു.